കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നാം ദർശിച്ചത്. ബാധയൊഴിപ്പിക്കാനെന്ന പേരിൽ 16-കാരിയെ പീഡിപ്പിച്ച സംഭവം. കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന പ്രദേശത്ത് VS മുരാരി എന്ന ജ്യോത്സ്യനാണ് 16-കാരിയെ പീഡിപ്പിച്ചത്. ലോകമെത്ര പുരോഗമിച്ചിട്ടും ആൾദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പേറി നടക്കുന്ന സമൂഹമാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ നിന്നും വരുന്ന ഭീമമായ സംഖ്യകൾ അന്ധവിശ്വാസികളുടെ ആൾദൈവങ്ങളുടെ ഭണ്ഡാരങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകൽ, അല്ലെങ്കിൽ ആൾദൈവങ്ങളെ സമീപിക്കൽ, അവരെ അനുകരിക്കൽ, അവർ പറഞ്ഞത് വിശ്വസിക്കൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന് രോഗമെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല ഡോക്ടറെ കാണുക. നിങ്ങൾക്ക് പൈശാചികമായ അസുഖമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ പ്രാർത്ഥനകൾ നിർവഹിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ല കേരളത്തിൽ അറിയപ്പെട്ട സയ്യിദന്മാർ, തങ്ങന്മാർ, അവരെ സമീപിക്കുക, പണ്ഡിതന്മാരെ സമീപിക്കുക, നിർദ്ദേശങ്ങൾ തേടുക. അതല്ലാതെ കയ്യിൽ ജപമാലയും നീണ്ട മുടികളും അതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് ഒരു ഭാഗത്തിരിക്കുന്ന ആളുകളെ കാണലല്ല വേണ്ടത്. അവരെ പുണ്യപുരുഷന്മാരായി കാണുന്ന പല ആളുകളും നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്.